ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലും രീതിയിൽ അവിടെ നടക്കാൻ പാടില്ലാത്തതാണ് നടക്കുന്നതെങ്കിൽ ശ്യാമ നമ്മളെ വിവരം അറിയിക്കുമല്ലോ. പ്രതീക്ഷിക്കാം. എന്തായാലും അനുവൊന്ന് ശ്രദ്ധിച്ചോ. കൈവിട്ട് പോയെങ്കിലും ആ വീട് നമുക്കങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റില്ലല്ലോ. ശരി മാഡം. അയാളൊരു ദുഷ്ടനാ വിഷ്ണുവേട്ടാ. അച്ഛനെയും സത്യാമ്മയും ഒരുപാട് ചീത്ത പറഞ്ഞു, ഉപദ്രവിക്കുകയും ചെയ്തു. അയാളെ വെറുതെ വിടരുത്. ഒരടിയെങ്കിലും എനിക്ക് വേണ്ടി അയാൾക്ക് കൊടുക്കണം വിഷ്ണുവേട്ടാ. അതെന്റെ ഒരു കൊട്ടേഷനാ. കിഷോർ 1986 പുറപ്പെടുവിച്ചതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം. അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ലംഘിച്ചാലുള്ള ഭവിഷ്യത്ത് കൂടി പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെക്കാം. നിയമങ്ങളിലും ചട്ടങ്ങളിലും വീഴ്ച വരുത്തുന്നവർക്ക് 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടാകാം. പിന്നെ തന്റെ ഇപ്പോഴത്തെ നിയമലംഘനത്തിന്റെ കാഠിന്യം അനുസരിച്ച് ശിക്ഷാ നടപടികൾ കൂടാനേ സാധ്യതയുള്ളൂ. ദേ, ഇനിയൊരു പറച്ചിലില്ല, കേട്ടല്ലോ? പറഞ്ഞു നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. ആ അമ്മേ. മോളെ, ശ്യാമ ഇവിടുന്ന് ഇറങ്ങി. നിനക്കറിയാലോ, കുറച്ചു ദിവസമായിട്ട് അവൾ ഇവിടെ ഒരു കണക്കിനാണ് നിന്നിരുന്നത്. അവിടെ ചെല്ലുമ്പോ രോഹിത് എന്തെങ്കിലും ചെയ്യോ? എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ഹേയ്, പേടിക്കാൻ പോയാ പിന്നെ എല്ലാത്തിനും പേടിക്കണമല്ലോ. ഇതിപ്പോ എന്തായാലും ശ്യാമ അവന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടതല്ലേ. എല്ലാ കാലവും അമ്മയോടൊപ്പം നിർത്താൻ പറ്റില്ലല്ലോ. അതില്ല, എന്നാലും രോഹിത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ചിട്ടേ ചിലപ്പോ ഇതിലവൻ നന്നായാലോ. ഒരു കുടുംബമായിട്ട് പഴയ പോലെ ജീവിക്കണമെന്നൊരു ചിന്ത വന്നൂടാന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ലത്. പപ്പിമോളെ ചിലപ്പോ സ്കൂളിൽ നിന്ന് അവള് കൂട്ടിക്കൊണ്ടു പോവായിരിക്കും അല്ലേ? സത്യ വിളിക്കാൻ ചെല്ലുമ്പോ അമ്മ നോക്ക്. പപ്പിയെ ശ്യാമ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയിട്ടില്ലെങ്കിൽ അമ്മ മോളെ ഇങ്ങോട്ട് കൊണ്ടുപോരെ. ഓ, പിന്നെ ശ്യാമ സൗകര്യം പോലെ വന്ന് കൊണ്ടുപോയാൽ മതിയല്ലോ. അവരൊന്നിച്ച് ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്കട്ടെ. ഇനി നമ്മളായിട്ടൊരു തടസ്സം ഉണ്ടാക്കണ്ട. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു പേടിയുണ്ട് മോളെ. പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് കഴിയാൻ പറ്റുമെങ്കിൽ ഒന്നിച്ച് കഴിയട്ടെ അമ്മേ. വേർപെട്ട് കഴിയുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ഞാൻ ശ്യാമയോട് പറയുന്നത്. പരസ്പരം മത്സരിക്കാൻ പോയാ കൈവിട്ട് പോകുന്നത് ജീവിതോ. അറിയാം മോളെ. അവിടെ ചെന്നാലും വഴക്കും ബഹളമൊന്നും ഇല്ലാതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതേ ഉള്ളൂ ഒരു പ്രാർത്ഥന. മാഡം, ആ അമ്മ വെച്ചോ, ഞാൻ വിളിച്ചോളാം. ആ ശരി. പറയാനോ? മാഡം, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. വിഷ്ണു സാറിന്റെ വീടില്ലേ, അതായത് രോഹിത് ഇപ്പോ ലേലത്തിൽ പിടിച്ച വീട്, ആ വീട് കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സുകൾ രോഹിത് പ്ലാൻ ചെയ്യുന്നുണ്ട്. രോഹിത് എന്ന് പറയുമ്പോ ഒറ്റയ്ക്കല്ല, സുസ്മിതയും ചന്ദ്രബോസും എല്ലാരും ഉണ്ട്. അവരെന്തൊക്കെയോ അവിടെ പ്ലാൻ ചെയ്യാനുള്ള ഒരുക്കത്തില്ല. രോഹിത് ഒരു വരുമാന മാർഗം ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോ. വരുമാനമൊക്കെ ഉണ്ടാവും, പക്ഷെ സംഗതി ഇല്ലീഗലാ. അറിഞ്ഞിടത്തോളം മൊത്തത്തില് തലവേദനയ്ക്കുള്ള വകുപ്പ് ഒപ്പിച്ചു വെച്ചേക്കുന്നത്. എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നടത്താൻ പോകുന്നത് നേരായ മാർഗത്തിലൂടെ കാശുണ്ടാക്കാനുള്ള ഒരു വഴിയല്ല.
പിടിക്കപ്പെട്ട രോഹിത്തിന്റെ തലയിൽ എല്ലാം കൂട്ടിക്കെട്ടി വെച്ചിട്ട് ചന്ദ്രബോസ് സുസ്മിതയെ മലിയും. ഇതിന്റെ അവസാനം അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ. ഇപ്പൊ അമ്മ വിളിച്ചത് അത് പറയാനാ. ആ വീട്ടിലേക്ക് ശ്യാമ ചെന്ന് കയറിയിട്ടുണ്ടെന്ന്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ഒരാൾ അവിടെ ഉള്ളത് നല്ലതാ. എന്തെങ്കിലും രീതിയിൽ അവിടെ നടക്കാൻ പാടില്ലാത്തതാണ് നടക്കുന്നതെങ്കിൽ ശ്യാമ നമ്മളെ വിവരം അറിയിക്കുമല്ലോ. പ്രതീക്ഷിക്കാം. എന്തായാലും അനുവൊന്ന് ശ്രദ്ധിച്ചോ. കൈവിട്ട് പോയെങ്കിലും ആ വീട് നമുക്ക് അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റില്ലല്ലോ. ശരി മാഡം. എന്തായിരിക്കും അവരവിടെ ചെയ്യാൻ പോകുന്നത്? പെട്ടെന്നാവട്ടെ. ഒരൊറ്റ കുപ്പിയും ഒരൊറ്റ ലേബലും ഇവിടെ എങ്ങും ഉണ്ടാവരുത്. ഒരു കുപ്പി പൂള് പോലും തെളിവിനായി ഇവിടെ ഇട്ടേക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ച് പൊട്ടിക്കരുത്. ഇതൊക്കെ എങ്ങോട്ടായി മാറ്റുന്നേ? അതെ, ചന്ദ്രബോസിന്റെ നിയന്ത്രണത്തിലുള്ള ഏതോ ഗോഡൌണിലേക്കാ. മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലം. അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറൊക്കെ എന്ത് ചെയ്യും? ആദ്യം ചുവടൊന്ന് ഉറപ്പിക്കാൻ നോക്കട്ടെ, എന്നിട്ട് മതി കച്ചവടം. പുരപണിയുമ്പോ അടിത്തറക്കിട്ട് നന്നായി കെട്ടി പണിയണമെന്ന് പറയാറില്ലേ? അത് തന്നെയാ നമ്മളിപ്പോ എവിടെയും ചെയ്യുന്നത്. ആദ്യം സേഫ് ആയിട്ടൊരു സ്ഥലം കിട്ടട്ടെ, എന്നിട്ടാവാം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. കൈ തൊട്ട പണം വരുന്ന ബിസിനസ് ആയത്. ശത്രുക്കൾ കൂടും, അതുപോലെ ബന്ധുക്കളും. രണ്ടു കൂട്ടിനെ അകറ്റി നിർത്തിക്കൊണ്ട് വേണം ഇനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല, ഈ ചതി എവിടുന്ന് വന്നെന്ന് വല്ല സൂചന വല്ലതും ഉണ്ടോ? അത് ബോസ് പറഞ്ഞില്ല, പക്ഷേ കൂട്ടത്തോടെ പൊക്കാനായിരുന്നു പ്ലാൻ. അത് കൃത്യമായിട്ട് ക്രൈം ബ്രാഞ്ചും എക്സൈസും സംയുക്തമായിട്ട് ഒരു അറ്റാക്കിന് മുതിരണമെങ്കിൽ ഭംഗിയായി ഈ വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ പണിതിട്ടുണ്ട്. നമ്മളെ അറിയാവുന്ന, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ ഒരാൾ. അതാരാണെന്ന് കണ്ടെത്തി അവന്റെ 16-നുള്ള പൂജാ സാധനങ്ങൾ കുറിക്കുന്ന ചടങ്ങ സുസ്മിത വന്നതിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നു. എന്താ ഒരൊറ്റ നടന്നു. നമ്മളിവിടെ ഇങ്ങനൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനൊരു സംശയം. അത് ചോദിച്ചത് ചന്ദ്രബോസിനോടും. ആരാ പറഞ്ഞതെന്ന കാര്യം അവര് പറഞ്ഞില്ല. അതാരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മളെ ഒറ്റാൻ ധൈര്യം കാണിച്ച ജീവനിൽ പേടിയില്ലാത്തവൻ. അവൻ ആരായാലും അവന്റെ കാര്യം പോക്ക. എങ്കിൽ വേറെ ആരെയും സംശയക്കണോടുകൂടി നോക്കൊന്നും വേണ്ട. ഒറ്റ നടത്തിയിരിക്കുന്നത് സുസ്മിതയുടെ ചിറകിനടി ഒളിച്ചിരിക്കുന്നത് തന്നെയാ.